إن يشأ يذهبكم أيها الناس ويأتي بآخرين وكان الله على ذلك قديرا من كان يريد ثواب الدنيا فعند الله ثواب الدنيا والآخرة وكان الله سميعا بصيرا إن يشاء الله ഉദ്ദേശിക്കുന്ന പക്ഷം യുദ്ഹിബുക്കും നിങ്ങളെ മാറ്റിക്കളയുന്നതാണ്. അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, പടച്ചവൻ നിങ്ങളെ മാറ്റിക്കളയുന്നതാണ്. വയഅതി ബിആഖരീൻ വേറെ ആളുകളെ പടച്ചവൻ കൊണ്ടുവരുന്നതാണ്. വകാന അല്ലാഹു അലാ ദാലിക ഖദീറാ അല്ലാഹു അതിന്റെ മേൽ പരിപൂർണമായി കഴിവുള്ളവനാണ്. മൻ കാന യുരീദു സവാബ ദുനിയ ആരെങ്കിലും ഭൗതിക പ്രതിഫലങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവരും എല്ലാവരും അറിയണം ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ പക്കൽ തന്നെയാണ് സവാബുദ് ദുനിയ വൽ ആഖിറ ഇഹത്തിലെയും പരത്തിലെയും പ്രതിഫലം പടച്ചവന്റെ പക്കൽ തന്നെയാണ്. വകാന അല്ലാഹു സമീഅൻ ബസീറാ അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. വളരെ സ്നേഹത്തിലും കാരുണ്യത്തിലും പടച്ചവന്റെ സർവാധികാരവും സർവശക്തിയും ദാസന്മാരെ അനുഗ്രഹിക്കാനുള്ള ആഗ്രഹവും കഴിഞ്ഞ ആയത്തിൽ പറയുകയും പടച്ചവനോട് ഭയഭക്തി പുലർത്തി പടച്ചവനെ അറിഞ്ഞ് സ്നേഹിച്ച് ഭയന്ന് അനുസരിച്ച് ജീവിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. ഇനി അടുത്തതായി പടച്ചവന് ഗൗരവത്തിന്റെ ശൈലിയിലേക്ക് വരുന്നു. വെറും കരുണ കൊണ്ട് മാത്രം കാര്യം പോവുകയില്ല, ഗൗരവം പറയുന്നു. അല്ലയോ ജനങ്ങളെ, മുസ്ലിമീങ്ങളെ അല്ലാത്തവരെ, പണ്ഡിതന്മാരെ അല്ലാത്തവരെ, ആണുങ്ങളെ പെണ്ണുങ്ങളെ പടച്ചവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളെ അല്ലാഹു തആല മാറ്റിക്കളയുന്നതാണ്. പടച്ചവൻ നിങ്ങൾക്ക് മനുഷ്യത്വത്തിന്റെ ഉന്നത സ്ഥാനം നൽകി സത്യവിശ്വാസത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും പാത തുറന്നു കാണിച്ചു. വിജയത്തിന്റെ സരണിയിലേക്ക് നിങ്ങളെ ആത്മാർത്ഥമായി ക്ഷണിച്ചു. നിങ്ങൾക്കത് മാനിക്കാനും പാലിക്കാനും മനസ്സില്ലെങ്കിൽ പോയി ജോലി നോക്ക്. അള്ളാഹു നിങ്ങളെ മാറ്റിക്കളയുന്നതാണ്. ഇതിന് രണ്ടാശയമാണ് പറയുന്നത്. ഒന്ന്, പടച്ചവൻ നിങ്ങളെ ഒന്നുകിൽ നശിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു മരിപ്പിക്കും. എന്നിട്ട് വേറെ നല്ല ആളുകളെ അള്ളാഹു തആല കൊണ്ടുവരും. രണ്ടാമത്തെ ആശയം, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ പടച്ചവൻ എടുത്ത് വേറെ ആളുകൾക്ക് കൊടുക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉദിച്ചുയർന്നു. ആ നാട്ടുകാർക്ക് പ്രവാചകനെ വേണ്ട. അല്ലാഹു തആല ആ പ്രകാശത്തെ മദീന മുനവ്വറയിൽ കൊണ്ടുവന്ന് ആ നഗരിയെ മുഴുവനും പ്രകാശപൂരിതമാക്കി. കുറെ നാളുകൾക്ക് ശേഷം അവിടെയുള്ളവർക്കും താല്പര്യമില്ലാതായി. അള്ളാഹു വീണ്ടും വെച്ചുകൊണ്ടിരുന്നില്ല. ഷാമിലേക്ക് അള്ളാഹു ഈ അനുഗ്രഹത്തെ കൊണ്ടുവന്നു. പിന്നെ അവിടെയുള്ളവർ മടുപ്പ് കാണിച്ചപ്പോൾ അല്ലാഹു തആല ബുഖാറയിലേക്കും സമർക്കന്ദിലേക്കും കൊണ്ടുവന്നു. പരിശുദ്ധമായ ഹദീസിന്റെ പ്രാമാണികമായ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട 6 ഗ്രന്ഥം അറബികളോ അല്ലെങ്കിൽ വലിയ മഹാന്മാരുടെ പരമ്പരകളോ അല്ല രചിച്ചത്. മറിച്ച്
ബർദിസ്ബ എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ വ്യക്തിയുടെ പരമ്പരയിൽ ജനിച്ച ഇമാം ബുഖാരിയെയും ഇമാം മുസ്ലിമിനെയും ഇമാം അബൂ ദാവൂദ്, ഇമാം തിർമിദി, ഇമാം ഇബ്നു മാജ, ഇമാം നസായി, ഈ മഹാന്മാരെല്ലാവരും വിദേശികളാണ്, റഷ്യൻ പ്രദേശത്തുള്ളവരാണ്. അള്ളാഹു അവരെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു. കുറെ നാളുകൾ കഴിഞ്ഞു, അവിടെയുള്ളവർക്ക് മടുപ്പായി. അള്ളാഹു ഇന്ത്യ മഹാരാജ്യത്തേക്ക് കൊണ്ടുവന്നു. മഹാന്മാരായ സൂഫികളിലൂടെ, മുഹദ്ദിസീങ്ങളിലൂടെ, ദാറുൽ ഉലൂം ദേവബന്ദ്, ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നദ്വത്തുൽ ഉലമാ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെ അള്ളാഹു തആല ഈ രാജ്യത്തെ അനുഗ്രഹിച്ചു. അള്ളാഹു വളരെ ഗൗരവത്തിൽ പറയുന്നു, പടച്ചവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളെ മാറ്റി വേറെ ആളുകളെ കൊണ്ടുവരുന്നതാണ്. മക്കത്തും മദീനത്തും മലബാറിലുമില്ലാത്ത ദീൻ ചിലപ്പോൾ നിങ്ങൾ നിസ്സാരമായി കാണുന്ന അമേരിക്കക്കാരിലും ലണ്ടൻകാരിലും അല്ലാഹു തആല കൊണ്ടുവരും. മുസ്ലിയാക്കന്മാർക്ക് താടി വെക്കാൻ ബുദ്ധിമുട്ട്. അമേരിക്കയുടെ തെരുവീതിയിലൂടെ സമ്പൂർണ്ണ താടിയുമായി അല്ലാഹുവിന്റെ ദാസന്മാർ നടക്കുന്നു. ഞങ്ങൾ മിനായിൽ ജംറ എറിയുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ അദ്ദേഹം ബസ്സിൽ വന്നിറങ്ങി. ആ ബസ്സിന്റെ മുമ്പിൽ എഴുതിയിരിക്കുന്നു, അല്ല, ആ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കുറേ ചെറുപ്പക്കാരായ ആളുകൾ, മഹാനായ ആലി ഷെയ്ഖ് ഹഫ്ളഹുല്ലാഹിയുടെ കൂട്ടത്തിൽ കുറേ ചെറുപ്പക്കാർ മുണ്ട് വളരെയധികം കയറ്റി കൊടുത്തിരിക്കുന്നു, ഒന്നാം തരം താടി, വെളുവെളുത്ത ശരീരം, അതിസുന്ദരന്മാർ. അവരുടെ പിന്നിൽ കുറേ സ്ത്രീകൾ പരിപൂർണമായ ഹിജാബ് അണിഞ്ഞുകൊണ്ട്. ഇവർ ഏതെങ്കിലും അറബികളുടെ ഷേഖന്മാരുടെ മക്കളും മരുമക്കളൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ളിയാഫത്തു അശ്ശൈഖിൽ ആം അൽ മുസ്ലിമൂൻ അൽ ജുദദ് മിൻ കാനഡ വ ഔറോപ്പ, യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നും വന്ന പുതു മുസ്ലിമീങ്ങൾ ഈ ഷെയ്ഖിന്റെ അതിഥികളായി ഹജ്ജിന് വന്നിരിക്കുകയാണ്. പാരമ്പര്യം വളരെ നല്ലതാണ്. പക്ഷെ പാരമ്പര്യത്തിന് ഗുണം നിലനിർത്തിയില്ല എങ്കിൽ അല്ലാഹു തആല ആ പാരമ്പര്യത്തിന് പകരം പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന ആളുകളെ തിരഞ്ഞെടുക്കും. وكان الله على ذلك قديرا. അള്ളാഹുവിന് ഇതിന്റെ മേൽ പരിപൂർണമായ കഴിവുണ്ട്, വലിയ ശക്തിമാനാണ്. കഴിഞ്ഞ റമദാൻ മാസത്തിൽ ലണ്ടനിൽ നിന്നും വന്നതായ വാർത്ത, ആദ്യത്തെ 2 സഫ് ഹാഫിദീങ്ങൾക്ക് വേണ്ടി ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഈ 2 റക്അത്ത് വീതമാണ് തറാവീഹ് നമസ്കരിക്കാൻ ഓരോരുത്തർക്കും അവസരം കിട്ടുന്നത്. അവരിൽ ഭൂരിഭാഗം ആളുകളും ദീനിലോട്ട് കടന്നു വന്ന ആളുകളാണ്. ദീൻ എന്നും പുഷ്പിച്ച് തേനൊഴുക്കുന്ന അനുഗ്രഹീതമായ വടവൃക്ഷമാണ്. ഇസ്ലാമിന് ഒരിക്കലും ഭീഷണിയില്ല, മുസ്ലിം നാമധാരികൾക്ക് ഭീഷണിയുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളെ അള്ളാഹു തആല മാറ്റിക്കളയും. ഉന്നതമായ സ്ഥാനത്ത് നിന്നും ഹിഫ്ദിന്റെ, ഇൽമിന്റെ, ദഅവത്തിന്റെ വലിയ സ്ഥാനത്ത് നിന്നും അള്ളാഹു മാറ്റും. എന്നിട്ട് വേറെ ആളുകളെ കൊണ്ടുവരും. وكان الله على ذلك قديرا. പടച്ചവൻ ഇതിന്റെ മേൽ പരിപൂർണ കഴിവുണ്ട് കേട്ടോ, പരിപൂർണ കഴിവുണ്ട്. ചരിത്രം മുഴുവനും അല്ലാഹുവിന്റെ കഴിവിന്റെ നിദർശനമായി നിറഞ്ഞു കിടക്കുകയാണ്. من كان يريد ثواب الدنيا فعند الله ثواب الدنيا والآخرة فعند الله ثواب الدنيا والآخرة. ഇതെല്ലാം കേൾക്കുമ്പോൾ ദാസൻ പറയും, പടച്ചവനെ, ഞങ്ങൾ നിന്നോട് നന്ദി കാണിക്കാം, നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാം.
പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സുഖങ്ങളും സൗകര്യങ്ങളും ആഗ്രഹിക്കുന്നു, അന്തസ്സും അഭിമാനവും ആഗ്രഹിക്കുന്നു, നല്ല വീടും പറമ്പും ആരോഗ്യമെല്ലാം ആഗ്രഹിക്കുന്നു. അള്ളാഹു പറയുന്നത് എന്ത് എതിർപ്പ്? من كان يريد ثواب الدنيا, ആരെങ്കിലും ഭൗതിക പ്രതിഫലങ്ങളെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നല്ല സമ്പത്ത്, നല്ല സന്താനം, നല്ല ആരോഗ്യം, നല്ല ജീവിതം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ അവരറിയണം, فعند الله ثواب الدنيا والآخرة, ഇഹത്തിലെയും പരത്തിലെയും എല്ലാ നന്മകളും സർവ പ്രതിഫലങ്ങളും എല്ലാ മഹത്വങ്ങളും പടച്ചവന്റെ പക്കലാണ്. നിങ്ങൾക്ക് നല്ല ആഹാരം വേണമോ, പടച്ചവന് പൊരുത്തമായ നിലയിൽ നിങ്ങൾ അധ്വാനിക്കുക. നിങ്ങൾക്ക് നല്ല അന്തസ്സ് വേണമോ, പടച്ചവന് പൊരുത്തമായ നിലയിൽ നിങ്ങൾ അധ്വാനിക്കുക. മാത്രമല്ല, നല്ല പരലോകം വേണമോ, നിങ്ങൾ പടച്ചവന് പൊരുത്തമായി പരിശ്രമിക്കുക. അള്ളാഹു നിങ്ങളുടെ ദുനിയാവിനും അനുഗ്രഹിക്കും, ആഖിറത്തിനും അനുഗ്രഹിക്കും. പടച്ചവന് പൊരുത്തമായ നിലയിൽ ജീവിച്ച ഒരു വ്യക്തിയുടെയും ദുനിയാവ് പടച്ചവൻ താറുമാറാക്കിയിട്ടില്ല. ശരിയാണ്, കുറച്ച് ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ കൊണ്ടുവരും. അതിനുശേഷം അല്ലാഹു തആല വലിയ വിശാലതയും അനുഗ്രഹത്തിന്റെയും കവാടങ്ങൾ തുറന്നു തരുന്നതാണ്. മൻ കാന യുരീദു സവാബദ് ദുനിയാ فعند الله ثواب الدنيا والآخرة. ആരെങ്കിലും ഭൗതിക പ്രതിഫലങ്ങൾ, നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ മനസ്സിലാക്കണം, പടച്ചവന്റെ പക്കലാണ് ഭൗതിക പ്രതിഫലങ്ങളും പാരത്രിക മേന്മകളും. വകാന അല്ലാഹു സമീഅൻ ബസീറാ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പടച്ചവനോട് ചോദിക്കുക, പടച്ചവന് പൊരുത്തമായ നിലയിൽ നിങ്ങൾ സഞ്ചരിക്കുക, പടച്ചവന്റെ പൊരുത്തത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുക. നല്ല ജീവനത്തിന്, നല്ല ദുനിയാവിന്, നല്ല ആഖിറത്തിന് നിങ്ങൾ പരിശ്രമിക്കുക, അധ്വാനിക്കുക, പടച്ചവനോട് പ്രാർത്ഥിക്കുക, ചോദിക്കുക. അള്ളാഹു എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, പടച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഈ ആയത്തിന്റെ ഒന്നാം ഭാഗം അതികഠിനം, അതിഗൗരവം. രണ്ടാം ഭാഗം വലിയ കാരുണ്യം, സ്നേഹം. അതുകൊണ്ട് പടച്ചവന് നിങ്ങളിലേക്ക് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് പടച്ചവനെ ആവശ്യമാണ്, നിങ്ങൾക്ക് ദീൻ ആവശ്യമാണ്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെയും ഈ ദീനിനെ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ വഴികൾ അല്ലാഹു തുറന്നുകൊണ്ടേയിരിക്കും. പാറക്കൽ ഇടയ്ക്ക് വന്നാൽ ഇസ്ലാമാകുന്ന നീർച്ചാല് വേറെ വഴിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് യുഗാന്തരങ്ങളെ ഭേദിച്ച് മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ ദീനുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ദീനുമായി ബന്ധപ്പെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതെല്ലാം തോന്നലാണ്. ദീനിലൂടെയാണ്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുമാണ് ഇഹലോകത്തെ അനുഗ്രഹങ്ങളിൽ ലഭിക്കുന്നത്, പരലോകത്തെ അനുഗ്രഹങ്ങളിൽ ലഭിക്കുന്നത്. വകാന അല്ലാഹു സമീഅൻ ബസീറാ, അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. പടച്ചവനോട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചോദിക്കൻ, പടച്ചവന് പൊരുത്തമായ നിലയിൽ സഞ്ചരിക്കൻ. അള്ളാഹു നിങ്ങളുടെ ദുനിയാവ് നന്നാക്കി തരും, ആഖിറത്ത് നന്നാക്കി തരും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികരിച്ച പ്രാർത്ഥന ഇതായിരുന്നു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, രക്ഷിതാവേ ഞങ്ങൾക്ക് ഈ ലോകത്ത് എല്ലാ നന്മകളും നൽകണമേ, വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലും എല്ലാ നന്മകളും നൽകണമേ, വഖിനാ അദാബന്നാർ, നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ.